الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചും ഗൗനിച്ചും നല്ല മുസ്ലിമായി മുഅ്മിനായി മുവഹ്ഹിദായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിൽ പ്രാർത്ഥനയുടെ വിഷയം പറയുമ്പോൾ അല്ലാഹു തആല നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അല്ലാഹു വാക്ക് തരുന്നുണ്ട്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുർആന്റെ ആയത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിത്തരാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. ഈ ആയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പറയാനാണ്. റബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. എപ്പോൾ തരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉത്തരം തരാം എന്നത് അല്ലാഹുവിന്റെ വാക്കാണ്. നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ദുആഇന് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് റബ്ബിന്റെ വാക്കാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എന്നിട്ട് അല്ലാഹു അടുത്ത വാചകമായി അതേ ആയത്തിൽ പറഞ്ഞത്, എന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ വല്ലവരും അഹങ്കാരം കാണിച്ചാൽ അവർ നരകത്തിൽ കിടന്ന് എരിയുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല. ഞാൻ എന്തിനാണ് ഈ ആയത്ത് ഓതി വെച്ചത്? അതിൽ ആദ്യത്തെ വാചകം, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ആ പ്രാർത്ഥനയാണ് ആരാധന. അതുകൊണ്ട് എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹന്ത കാണിച്ചാൽ അവനെ ഞാൻ വിടുകയില്ല, അവൻ നരകത്തിലായിരിക്കും. ഈ ഖുത്ബയിൽ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. മാതാപിതാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്ന് പറയേണ്ട ആവശ്യമില്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിലേ ദുആ ആവുകയുള്ളൂ. നമ്മളൊരാളോട് പറയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ആത്മാർത്ഥത ഇല്ലെങ്കിൽ അത് ദുആ ആവൂല. പ്രാർത്ഥനയുടെ ഉള്ളിൽ അടങ്ങി നിൽക്കേണ്ട, ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണ് ആത്മാർത്ഥത. ഇഖ്ലാസോടുകൂടി നിർവഹിച്ചാലേ അത് പ്രാർത്ഥനയാവുകയുള്ളൂ. മാതാപിതാക്കളുടെ ദുആ അത് അല്ലാഹു തആല സ്വീകരിക്കും. ഞാൻ ഒരു ഈ ഖുത്ബയിൽ ഒരു 5-8 പണ്ഡിതന്മാരുടെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. സമയം വൈകി. വളരെ കുറഞ്ഞ 2-3 ആളുകളുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഒന്ന്, അത്വാ ഇബ്നു അബീ റബാഹ്. മഹാനായ അത്വാ ഇബ്നു അബീ റബാഹിന്റെ ചരിത്രം എന്താണെന്നറിയോ? അമവി ഖിലാഫത്ത് നടക്കുമ്പോ ഖലീഫമാരിൽ 5ാമത്തെ ഭരണാധികാരിയായ അബ്ദുൽ മാലിക് ബിൻ മർവാൻ
രണ്ട് മക്കളെയും കൂട്ടി രാജാവിന്റെ പദവിയിൽ നിൽക്കുന്ന അബ്ദുൽ മാലിക് ബിൻ മർവാൻ, അമവി ഖിലാഫത്തിന്റെ 5ാമത്തെ ഭരണാധികാരി. അദ്ദേഹം രണ്ട് മക്കളെയും കൂട്ടി ഹജ്ജിന് പോവുകയാണ്. അങ്ങനെ ഹജ്ജിന് പോയ സമയത്ത് അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞു, ചില സംശയങ്ങളൊക്കെ ചോദിച്ച് പഠിക്കാനുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ചെന്ന് നോക്കുമ്പോ സാധാരണ ഉള്ള സ്ഥലത്ത് കാണുന്നില്ല. അപ്പൊ കാത്തിരുന്നു. അപ്പോ മുടന്തനായി, കണ്ണിന് കാഴ്ച ശക്തിയില്ലാത്ത കറുകറുത്ത ഒരു മനുഷ്യനെ കാത്തിരിക്കുകയാണ്. ആര്? ഈ ഭരണാധികാരിയായ അബ്ദുൽ മാലിക് ബിൻ മർവാൻ. രണ്ട് മക്കളെയും കൂട്ടി കണ്ണിന് കാഴ്ചയില്ലാത്ത മുടന്തനായ, കാണാൻ ഒരു കോലവുമില്ലാത്ത ഈ പണ്ഡിതനായ മനുഷ്യനെ കാത്തുനിന്ന് അവിടെ എത്തി ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് അതാ ഇബ്നു അബി റബാഹ്? ആയിഷ റളിയല്ലാഹു അൻഹയെ നേരിട്ട് കാണാനും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനും അവസരം കിട്ടിയ മഹാനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് സംസാരിക്കാനും ഇൽമു നേടാനും അവസരം കിട്ടിയ പണ്ഡിതനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. ഇനി ചരിത്രത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മുജാഹിദ്, അതുപോലെ അഹ്മശ്, ഇമാം സുഹരി റളിയല്ലാഹു അൻഹും റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഗുരുനാഥനാണ്. ആര്? ഞാൻ പറഞ്ഞ അതാ ഇബ്നു അബി റബാഹ്. ഇത് ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞതെന്നറിയാം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചില ആളുകൾ ഈ അത്താഇന്റെ നാട്ടിൽ നിന്ന് സംശയം ചോദിക്കാൻ ചെന്നു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ എവിടുന്നാ വരുന്നെന്ന് ചോദിച്ചു. അപ്പൊ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞു, അദ്ദേഹം ആ നാട്ടിലുണ്ടായിരിക്കെ നിങ്ങൾ എന്നെ തേടി വന്നതെന്തിന് എന്നാണ് ആര് ചോദിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്, വളരെ ചെറിയ കുട്ടിയായിരിക്കെ അദ്ദേഹത്തിന്റെ ബാപ്പ മരിച്ചു. ഉമ്മ ചേർത്ത് പിടിച്ചു. മുടന്തനാണ്, കാഴ്ച ശക്തി കുറവ് ഇല്ല, പിന്നെ കാണാനൊരു കോലമില്ല, കറുകറുത്ത വംശത്തിൽപ്പെട്ട ഒരാളാണ്. കുട്ടികളെ കളിക്കാൻ കൂട്ടുന്നില്ല. അപ്പൊ ഉമ്മ ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എന്റെ മോനെ നല്ലൊരു ഇൽമുള്ള ആളുകൾക്കിടയിൽ അള്ളാഹുവേ ഈ വൈരൂപ്യങ്ങളെല്ലാം മറന്ന് നിന്റെ ദീനിന് സേവനം ചെയ്യാൻ പറ്റുന്ന ഒരാളാക്കി എന്റെ മകനെ നീ മാറ്റണേ അല്ലാ എന്ന് ഉമ്മ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കുട്ടികൾ കളിക്കാൻ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉമ്മാന്റെ അടുത്തേക്ക് ഓടി വരുമ്പോ ഉമ്മ പറയും, ഞാൻ പറയുന്ന ഒരു കാര്യം നീ പഠിക്ക്, നീ ഇൽമു നേട്, അറിവ് നേട്, നീ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യ്. ആ കറുകറുത്ത മുടന്തനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹം നാട്ടിലുണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഫത്വ ചോദിക്കാൻ വന്നത് എന്ന് ചോദിച്ച ആ മഹാനായ പണ്ഡിതന്റെ ഉയർച്ചയിലും വളർച്ചയിലും ഉമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയാണ് എന്ന് പണ്ഡിത ലോകം രേഖപ്പെടുത്തുകയാണ്. ഇനി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅല അഹദുക്കും ഫൽയുക്തിർ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ, എന്റെ കുട്ടിക്ക് കഴിയില്ല, എന്റെ അനിയന് കഴിയില്ല, എന്റെ വാപ്പാക്ക് കഴിയാൻ സാധ്യതയില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയും, ഇദാ സഅല അഹദുക്കും, നിങ്ങൾ ചോദിക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാവട്ടെ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ഫൽയുക്തിർ, അധികമായി ചോദിച്ചോളൂ, ധാരാളമായി ചോദിച്ചോളൂ. കാരണം ഫഇന്നഹു യസ്അലു റബ്ബഹു, ചോദിക്കുന്നത് അവന്റെ റബ്ബിനോടാണ്. എത്രയും തരാൻ പറ്റുന്ന എല്ലാറ്റിന്റെയും ഖജനാവിന്റെ ഉടമയായ റബ്ബിനോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പിശുക്കി ലുബ്ധത കാണിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന അർത്ഥത്തിൽ ചോദിക്കാൻ നിൽക്കേണ്ട, ചോദിക്കുമ്പോൾ ധാരാളമായി ചോദിച്ചോളൂ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു മൻ ലം യസ്അലില്ല
അള്ളാഹുവിനോട് ചോദിക്കാത്ത ഒരാൾ, നമ്മൾ മനുഷ്യരോട് കുറെ വട്ടം ചോദിച്ചാൽ മനുഷ്യർക്ക് വെറുപ്പുണ്ടാവും. അല്ലാഹ് പറയുന്നത് എന്താ അറിയോ? റബ്ബിനോട് ചോദിക്കാത്ത ഒരാളോട് യഗ്ളബ് അലൈഹി, അള്ളാഹുവിന് അവന്റെ മേൽ കോപമാണ്. പടച്ചവന് ഇഷ്ടമില്ല. പടച്ചവനെ ഞാൻ നിന്നോട് ആയിരക്കണക്കിന് തവണ ചോദിച്ചു, അള്ളാഹുവിന് അത്രയും ഇഷ്ടമാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് കൊടുത്തുവല്ല, 2-നും 3-നും 10-നും 100-നും ഒക്കെ കൊടുത്തു. ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചോ. ചോദിക്കാത്തവരോട് അള്ളാഹുവിന് കോപമാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു പറയാണ്, നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാർത്ഥനകൾ അത് ഉത്തരം കിട്ടാതെ മടങ്ങുകയില്ല, മടക്കപ്പെടുകയില്ല, തട്ടിക്കളയാത്ത 3 ദുആ ഉണ്ട്. ഒന്ന് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. പടച്ചവനെ എന്റെ മോനെ നല്ലൊരു പണ്ഡിതനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലാഹ് പ്രാർത്ഥിച്ചോ ഉത്തരം കിട്ടും. പടച്ചവനെ എന്റെ മോനെ 5 മക്കളിൽ 4 മക്കളിൽ 3 മക്കളിൽ ഒരാള് ഖുർആൻ ഹാഫിളായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലാഹ് ദുആ ചെയ്തോ, അല്ലാഹു ഉത്തരം തരും. 3 ദുആ മടക്കുകയില്ല. ഒന്ന് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ ദുആയാണ്. വദഅവത്തു സ്വാഇം, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പണ്ഡിതനെ ഞാൻ പറഞ്ഞു, അതാ ഇബ്നു അബീ റബാഹ്. നീ മറ്റൊന്ന് കേട്ടോളൂ. അനസ് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനമനുഷ്ഠിച്ച നബിയുടെ ഭൃത്യനായിരുന്നു. ഉമ്മു സുലൈം എന്ന് പറയുന്ന മഹദിയിൽ മാലിക് ഇബ്നു അൻ-നളർ രണ്ടുപേരും വിവാഹം കഴിച്ചുണ്ടായ കുട്ടിയാണ് ആര്? അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു. ഈ അനസ് റളിയല്ലാഹു ജനിച്ചു. അങ്ങനെ 10 വയസ്സിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. നബിയെ കാണാൻ കുട്ടിയുടെ ഉമ്മയായ ഉമ്മു സുലൈം വന്നു. ഉമ്മു സുലൈം നബിയെ കണ്ട് ദീനിനെ കുറിച്ച് കൂടുതൽ കേട്ട് ഉടനെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ഭർത്താവ് ഇസ്ലാം സ്വീകരിക്കാൻ റെഡിയല്ല. പിന്നെ അവർ വേർപ്പെടുകയാണ്. എത്ര പറഞ്ഞിട്ടും ഭർത്താവ് ദീന് സ്വീകരിക്കാൻ റെഡിയല്ല. 10 വയസ്സുള്ള കുട്ടിയെയും കൂട്ടി നബിയുടെ മുന്നിൽ വന്ന് ഉമ്മു സുലൈം എന്ന് പറയുന്ന അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറയാ, യാ റസൂലല്ലാഹ് ഹാദാ ഉനൈസ് ഇബ്നി, ഇതെന്റെ കുട്ടി അനസാൻ. ഏത് പദത്തെയും ഈ വസ്നിലേക്ക് കൊണ്ടുവന്ന ചെറുതെന്ന അർത്ഥം കിട്ടുക. അപ്പോ അനസ് എന്നതിന്റെ ഉനൈസ് കേട്ടോ, ഇതെന്റെ കുട്ടിയായ അനസാൻ. ഹിർ എന്ന പൂച്ചയാണ്, ഹുറൈർ എന്ന് പറഞ്ഞ പൂച്ചക്കുട്ടീന്നാണ്, എല്ലാം ചെറുതാവും. അപ്പോ ഉമ്മ പറയാണ്, നബിയേ ഇതെന്റെ ഉനൈസാൻ, ഇതെന്റെ മകനാണ്. നിങ്ങൾക്ക് സേവനം ചെയ്യാൻ എന്റെ 10 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾക്ക് വേണ്ട സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മോന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അക്സിർ മാലഹു, അനസിന് അല്ലാഹുവേ നീ പണം അധികരിപ്പിച്ചു കൊടുത്തോളൂ. അല്ലാഹുവേ വബലദഹു, മക്കളെയും നീ ധാരാളമായി കൊടുക്ക് എന്ന് അനസ് റളിയല്ലാഹുവിനെ തൊട്ട് ആര് പ്രാർത്ഥിച്ചു? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്നിട്ട് അനസ് റളിയല്ലാഹു പറയാണ്, ഖാല അനസ് ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്ന മാലി ലകതീർ, എന്റെ സമ്പത്ത് ധാരാളമായി വർദ്ധിച്ചു. വ ഇന്ന വലദി, എന്റെ മക്കളും വർദ്ധിച്ചു. വ വലദ വലദി, എന്റെ മക്കളുടെ മക്കളും വർദ്ധിച്ചു. ലഅതഅതൂന അലാ നഹ്വിൽ മിഅ, എന്റെ മക്കളും പേരക്കുട്ടികളും മാത്രം എനിക്ക് 100ഓളം ആളുകൾ എത്തി. ആരാ പറയണത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമ്മയുടെ പ്രാർത്ഥന, കുട്ടി ചെറിയ കുട്ടിയായിരിക്കെ വാപ്പ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചവരെ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്ന ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 150 ജനിച്ചു, വിശദീകരിക്കാൻ സമയമില്ല. 204 മരിച്ചു, 54 വയസ്സ് വരെ ജീവിച്ചു. 2 വയസ്സ് പ്രായമായപ്പോൾ ഇമാം ഷാഫി 2 വയസ്സ് പ്രായമായപ്പോ കുട്ടിയെ പഠിപ്പിക്കണമെന്ന നിലക്ക് നാട് വിട്ടു പോകുന്നു. 7 വയസ്സാകുമ്പോ ഹാഫിളാകുന്നു. 10 വയസ്സാകുമ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുവത്ത എന്ന് പറയുന്ന ആ ഗ്രന്ഥം പൂർണ്ണമായി മനഃപ്പാഠമാക്കുന്നു.
10 വയസ്സ് പ്രായമാകുമ്പോ ഉമ്മ മദീനയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നടത്തുന്ന ദർസിൽ കൊണ്ടുപോയി തന്റെ മകനെ ശിഷ്യനാക്കി ദർസിൽ ചേർക്കുന്നു. ഫാത്തിമ ബിൻത് അബ്ദുള്ള അൽ അസദിയ എന്ന ഉമ്മ ആ മകന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുന്നു. അപ്പോ ചെറുപ്രായത്തിൽ തന്നെ വാപ്പ മരിച്ചു പോകുന്നു. പക്ഷേ ചേർത്ത് പിടിക്കുന്ന ഉമ്മ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 7ാമത്തെ വയസ്സിൽ ഹാഫിളാകുന്നു. 10ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മുവത്ത പരിപൂർണമായി മനപ്പാടമാക്കുന്നു. കിതാബുൽ ഉമ്മ, അർ-റിസാല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി മറ്റൊരു പണ്ഡിതനെ ശ്രദ്ധിച്ചോളൂ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ഇമാമു അഹ്ലുസുന്ന. അഹ്ലുസുന്നയുടെ ഇമാമ് എന്നതിലാണ് ആരറിയപ്പെടുന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെടുന്നത്. 75 വയസ്സ് വരെ ജീവിച്ചു. 3ാമത്തെ വയസ്സിൽ ഉപ്പ മരിച്ചു. 3ാമത്തെ വയസ്സിൽ ഉപ്പ മരിച്ചു. ഉമ്മ സഫിയ ബിൻത് മൈമൂന 10ാമത്തെ വയസ്സിൽ ഹാഫിളായി. സഫിയ പള്ളിയിലേക്ക് പോകുമ്പോ മഫ്തയിൽ പൊതിഞ്ഞിട്ട് തന്റെ കുട്ടിയെ എവിടെ ഇട്ടു പോകാൻ പറ്റൂല. പള്ളിയിലേക്ക് പോകുന്ന സഫിയ കുട്ടിയെ മഫ്തയിൽ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോകുന്നത് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, സംസാരമാണ് എന്നതിന് വിപരീതമായി ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വാദിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് അല്ല, ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ് എന്ന് വാദിച്ചതിന്റെ പേരിൽ ധാരാളം പീഡനങ്ങളും അക്രമങ്ങളും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു. 3000 ഹദീസുകളുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദ് ലോകത്തിന് പ്രസിദ്ധമാണ്. ഞാനിത് പറഞ്ഞത് പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നമുക്ക് മനസ്സിലാവാനാണ്. ഇനി ഒരു പണ്ഡിതന്റെ പേര് കൂടി പറഞ്ഞ് നമുക്കത് അവിടെ അവസാനിപ്പിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരിയെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ല. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ബുഖാരി എന്ന പേരുള്ള ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി 194 ഹിജറ 194 ജനിച്ചു. 256 മരിച്ചു. ഏകദേശം 62 വയസ്സ് വരെ ജീവിച്ചു. ജന്മന ഇമാം ബുഖാരിക്ക് കാഴ്ച ശക്തിയില്ല. അന്ധനായിട്ടാണ് ജനിച്ചത്. അറിയാത്ത ആളുകളുണ്ടാവും. ഇമാം ബുഖാരി അന്ധനായി ജനിച്ചതെന്ന് അറിയാത്ത ആളുകളുണ്ടാവും. മഹാനായ ഇമാം ബുഖാരി കാഴ്ച ശക്തിയില്ലാത്ത ആളായി ജനിച്ചു. ഉപ്പ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി. ഉമ്മ അള്ളാഹുവിനോട് നിരന്തരമായി ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാഴ്ച ശക്തി അള്ളാഹു തിരിച്ചു കൊടുത്തു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാഴ്ച ശക്തി അള്ളാഹു തആല തിരിച്ചു കൊടുത്തു. ഇനി വിശദീകരണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഉമ്മ ഈ കുട്ടി വ്യത്യസ്ത രാജ്യങ്ങളിൽ കറങ്ങി, ദീനിനു വേണ്ടി, ഇൽമിനു വേണ്ടി, പഠനത്തിനു വേണ്ടി 16 വർഷത്തെ കഠിന പരിശ്രമത്തിലൂടെ 6 ലക്ഷം ഹദീസുകൾ, 16 വർഷത്തെ കഠിന പരിശ്രമത്തിലൂടെ 6 ലക്ഷം ഹദീസുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ചു എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കുറ്റമറ്റതായ ഏറ്റവും സ്വഹീഹാണെന്ന് തോന്നുന്ന ഹദീസുകളാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നത്. അപ്പോ ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഏറ്റവും ആധുനിക ലോകത്തിലെ പണ്ഡിതന്മാരെ നിങ്ങൾ പരിശോധിച്ചോളൂ. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി 1912 ജനിച്ച് 99 മരണപ്പെട്ട കാഴ്ച ശക്തിയില്ലാത്ത മഹാപണ്ഡിതനായിരുന്നു ആര്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. 3ാമത്തെ വയസ്സിൽ ഉപ്പ മരിച്ചു കേട്ടോ. ഉമ്മ തുഫൈല ബിൻത് അബ്ദുള്ള ഈ മോനെ പഠിപ്പിക്കുകയാണ്. ഒന്നും വേണ്ട, ഇപ്പൊ ഹറമിലെ ഇമാമുകളുടെ ലീഡറായ, അതിന്റെ അമീറായ സുദൈസ്, കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തെ പഠനശാലയിൽ നിന്ന് പുറത്താക്കുകയാണ്. കുട്ടികൾക്കിടയിൽ കച്ചറളിക്കുകയാണ്, വികൃതി കാട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്താക്കി. ഇനി സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ട, മദ്രസയിലേക്ക് പറഞ്ഞേക്കണ്ട എന്ന രൂപത്തിൽ പുറത്തു നിർത്തിയ കുട്ടിയെ ഉമ്മ ചേർത്ത് പിടിച്ച് പിറകിലേക്ക് കൊണ്ടുപോയി ആ മകനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ, എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല പഠിക്കാനുള്ള കഴിവുണ്ട്, നന്നായിട്ട് ഖുർആൻ ഓതാനുള്ള കഴിവുണ്ട്, കുറച്ച് വികൃതിയും കച്ചറയൊക്കെ ഉണ്ട്. പടച്ചോനെ, എന്റെ മോനെ ഒഴിവാക്കില്ല അല്ലാഹ്.
എന്റെ മോൻ ഈ ഹറമിലെ ഇമാമുകളുടെ ഇമാമാക്കി ഉയർത്തണേ എന്ന് സുദൈസിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു. മദ്രസയിൽ നിന്ന് പുറത്താക്കിയ സുദൈസ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ ഉമ്മ അന്ന് പ്രാർത്ഥിച്ചത് എഴുതി വെച്ചിട്ടുണ്ട്, വെറുതെ പറയല്ല, ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആ ഉമ്മ പ്രാർത്ഥിച്ചെന്താ? എന്റെ കുട്ടിയെ ഇപ്പോ കച്ചറയുടെ പേരിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് മദ്രസയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ഒരുപാട് കഴിവുണ്ട്. പടച്ചവനെ, ഈ ഹറമുകളിലെ ഇമാമുകളുടെ ഇമാമായി എന്റെ മോനെ ഉയർത്തണേ എന്ന് പറഞ്ഞപ്പോ ഇന്ന് അവിടുത്തെ ഇമാമുകളുടെ ഏറ്റവും ചീഫായ ഇമാമാര സുദൈസ് ആണ്. ഞാനിത് ഇത്രയും ഈ സൂചിപ്പിച്ചതിന്റെ അർത്ഥം, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രാർത്ഥന അത് നമ്മൾ ഒരിക്കലും ചെറുതായി കാണരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകും. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഉല്ലാഹ്, ശരിക്കും മനസ്സിൽ വെച്ചോളൂട്ടോ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ദുആ നടക്കേണ്ടത്. എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വഅലമു, നിങ്ങൾ അറിയണേ, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധയോടുകൂടി, ഒരു ലാഘവത്തോടുകൂടി, ഒരു അലസമായി ദുആ ചെയ്യുന്ന ഒരൊറ്റ കൽബിൽ നിന്നും അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയില്ല. അല്ലാഹു ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. തട്ടിക്കളയാത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ വിശദീകരണത്തിന് സമയമില്ലാത്തത് കൊണ്ടാണ്. ഒന്ന്, ദഅവത്തുൽ മുസാഫിറാണ്. നമ്മളൊക്കെ യാത്രക്കാരാണ്, നിരന്തരമായി പ്രാർത്ഥിക്കുക. ട്രെയിനിലിരുന്ന്, ബസ്സിലിരുന്ന്, കാറിലിരുന്ന്, ഫ്ലൈറ്റിലിരുന്ന്, യാത്രയിലൊക്കെ മക്കൾക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെ പരിഗണിക്കാനാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തോതി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ മിമ്പറിൽ നിന്ന് കേട്ട ഹദീസാണ്, ലാ യലിജു നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്. പടച്ചോനെ കുറിച്ച്, അല്ലാഹനെ കുറിച്ച് ആലോചിച്ച് ഭക്തിയോടുകൂടി കരഞ്ഞു പോയ മനുഷ്യൻ നരകത്തിൽ കടക്കൂലാണ്. എപ്പോഴാ കരയല്? നമ്മൾ അല്ലാഹനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച്, അപകടം കൊണ്ട് കരഞ്ഞതല്ല, അല്ല, നമ്മുടെ ക്ലേശം അതുകൊണ്ട് കരഞ്ഞതല്ല, മരണം കണ്ടിട്ട് കരഞ്ഞതല്ല, പിന്നെ അല്ലാഹനെ കുറിച്ച് ആലോചിച്ച് 2 മണിക്കും 3 മണിക്കും 4 മണിക്കൊക്കെ എണീറ്റ് ഒരു 3-5 റക്അത്ത് നമസ്കരിച്ച് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി മനസ്സുരുകി പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ആരും കാണാനില്ല, നമ്മളൊറ്റക്ക് തുടച്ചതാണ്. വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല അടയാളമായി സ്വീകരിക്കുക. അല്ലാഹു തആല അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകുമാറാകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ജ്യേഷ്ഠാനിയന്മാർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു വേദനിക്കുന്ന ആളുകൾക്ക് നീ ആശ്വാസവും മറുപടിയും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.